നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സർവീസിൽ നിന്ന് വിരമിച്ച നഴ്സുമാരുടെ സംഗമം സംഘടിപ്പിച്ചു. സ്മൃതിപഥം 2025 എന്ന പേരിൽ കണ്ണൂർ IMA ഹാളിൽ നടന്ന പരിപാടി മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദാത്ത മാതൃകയാണ് നഴ്സുമാരുടെ ജീവിതമെന്ന് TV രാജേഷ് പറഞ്ഞു. വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറക്കാനാകാത്ത വൈകാരികമായ അനുഭവങ്ങളും ഒട്ടും ചോരാതെ അവതരിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒറ്റ വായനയിൽ തന്നെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു നോവലാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, നേരത്തെ സ്വാഗതപ്രാസംഗികൻ സനീഷ്, അതുപോലെ തന്നെ അധ്യക്ഷയായിട്ടുള്ള സിനയും നേരത്തെയുള്ള നേഴ്സുമാരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിട്ട്, ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ടൗണിലാണെങ്കിൽ കുട്ടികളെ ആക്കാൻ കർഷകരുണ്ട്, നാട്ടിൻപുറത്താണെങ്കിൽ നഴ്സറി ഉണ്ട്, അംഗൻവാടികളുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ സൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. എന്നാൽ ഒരു 60കളിലും 70കളിലും ഒക്കെ നേഴ്സായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കേണ്ടി വന്നവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ. ഒരേ സമയം ജോലിയിൽ ആത്മാർത്ഥത പുലർത്തണം, കുടുംബത്തോടും ആത്മാർത്ഥത പുലർത്തണം. ഇതിലുണ്ടാകുന്ന ഒരുപാട് പൊരുത്തക്കേടുകൾ, ആ പൊരുത്തക്കേടുകളൊക്കെ ആരെയും അറിയിക്കാതെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഒരു നഴ്സിന് നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് PR സീന അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ സനീഷ് T തോമസ്, KV പുഷ്പജ, S ദീപു, P മഹേശൻ, മുൻ ഭാരവാഹികളായ OS മോളി, ഡോക്ടർ പവിത്രൻ രേരോത്ത്, TV മേരിക്കുട്ടി, VK ഹരിദാസ്, PM നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനിമ പിന്നണി ഗായകൻ ഷൈജു പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.